ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും അജിതിനി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷ അല്ലെങ്കിൽ ശുക്ലപക്ഷം ഏകാദശി നാളാണ്. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ ഇന്നലെ വന്നിട്ടുണ്ട്. ഇന്ന് ഗുരുവായൂർ അമ്പലത്തിലാണെങ്കിൽ രാവിലെ 3 മണി മുതൽ അമ്പലം തുറന്നിട്ട് നാളെ രാവിലെ 9 മണി വരെ അമ്പലം തുറന്നിട്ട് നടക്കത്തേയില്ല. ഏകാദശി വ്രതം എടുക്കുന്നവർ ഒരിക്കലും ആര്യാഹാരം കഴിക്കരുത്. പട്ടിണി കിടന്നാണ് ഏകാദശി വ്രതം എടുക്കേണ്ടത്. സുഖമില്ലാത്തവർക്ക് കുറച്ചും തീർത്ഥമാകാം. ഈ വ്രതം എടുത്തു കഴിയുമ്പോൾ അമ്പലത്തിൽ നിന്ന് തന്നെ ഗോതമ്പിൻ്റെ ഫുഡ് നമുക്ക് തരുന്നതായിരിക്കും. അത് ദ്വാദശ സമർപ്പണം അത് കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്നുള്ള പ്രസാദം കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഗോതമ്പ് ഫുഡ് അവിടെ നിന്ന് തരുന്നത് കഴിക്കേണ്ടുന്നത്. വൈകിട്ടത്തെ വിളക്കും കൂടെ കഴിഞ്ഞ് വേണം ഈ വ്രതം എടുക്കുന്നവർ പോകേണ്ടുന്നത്. ഈ വർഷം ചേച്ചിക്ക് വരാൻ പറ്റില്ല, അടുത്ത വർഷം ചേച്ചിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. അത് വരണമെന്നുണ്ടെങ്കിൽ ഉണ്ണിക്കണ്ണൻ്റെ അടുത്ത് ചേച്ചി ഒരു ആവശ്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആവശ്യം നിറവേറ്റി തരികയാണെങ്കിൽ ചേച്ചിയും തീർച്ചയായിട്ടും അടുത്ത വർഷം അവിടെ ഗുരുവായൂരപ്പ് ഏകാദശി വ്രതം ഈ വൃശ്ചിക മാസത്തെ ഏകാദശി വ്രതം എടുക്കാൻ ചേച്ചിയും നിങ്ങളോടൊപ്പം കാണും. അപ്പോൾ